മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുകയാണ് കൊല്ലം അഞ്ചാലമ്മൂട് സ്വദേശിയായ ഒരു 14 വയസ്സുകാരൻ. പട്ടാളക്കാരനാകണമെന്ന ആഗ്രഹത്തിൽ ജീവിച്ച ഈ 9ാം ക്ലാസ്സുകാരൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പോരാട്ടത്തിലാണ്. ഒൻപതാം ക്ലാസ്സുകാരനായ നന്ദകുമാറിന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സുമനസ്സുകളുടെ സഹായം വേണം. രക്താർബുദബാധിതനായ നന്ദകുമാറിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ച 9ാം ക്ലാസ്സുകാരൻ ഇന്ന് വേദനയോട് മല്ലിട്ടാണ് ജീവിക്കുന്നത്. ഛർദിലുണ്ട്, ആഹാരം കഴിക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമൊക്കെ, കാലിന് ചെറിയൊരു വേദന പോലെയൊക്കെ ഉണ്ട്, ചെറിയൊരു കുരുപ്പുണ്ട്, അതിന് ഭയങ്കര വേദനയാണ് കാലിലൊക്കെ. 2025 ഓഗസ്റ്റ് മുതൽ RCCയിലെ ചികിത്സയിലാണ് നന്ദകുമാർ. ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി 70 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരനായ വിജയകുമാറിന്റെ ഏക വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിന് ആശ്രയമായുള്ളത്. ഡോക്ടർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവനെ ഇനി ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മജ്ജ മാറ്റി വെക്കുന്നതായിരിക്കും. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് അധികം താമസിയാതെ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കണമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഇത് അസുഖം പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. മജ്ജ മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ ഈ അസുഖം ഇങ്ങനെ വന്ന് പിന്നെ വേറെ പ്രശ്നങ്ങളായി മോനിന് ഇതാവണമെങ്കിൽ ഇതേ ഉള്ളു. 5 ലക്ഷം രൂപ വില വരുന്ന 2 ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ശസ്ത്രക്രിയ ചെയ്യാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. സ്കൂൾ വഴിയും നാട്ടുകാർ വഴിയും സമാഹരിച്ച കുറച്ച് തുക മാത്രമാണ് ഇതുവരെ ആശുപത്രിയിൽ അടച്ചിട്ടുള്ളത്. 2ാമത്തെ ഇഞ്ചക്ഷന് ആവശ്യമായ തുക കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് കുടുംബം. അതിനായാണ് സുമനസ്സുകളുടെ സഹായവും തേടുന്നത്. ഷാനവാസ് ഫരീദിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.